ഹലോ, ഗുഡ് മോർണിംഗ് എവറി വൺ. ഇത് വേറൊരു ദിവസമാണ്. ഇന്ന് ഞാൻ നാട്ടിൽ പോവാം. അപ്പോൾ എഴുന്നേറ്റപ്പോൾ 5:05 അമ്മ വിളിച്ചെണ്ണയിപ്പിച്ചു രാവിലെ. അപ്പം രാവിലെ തന്നെ എഴുന്നേറ്റു. ഇനി വേഗം റെഡിയായി നമുക്ക് 6 മണിക്ക് ഇവിടെ നിന്ന് ഇറങ്ങണം. അപ്പോൾ ഇത് ഇവിടെ നേരമൊക്കെ വെളുത്ത് വരുന്നേ ഉള്ളൂ. കുറച്ച് ലൈറ്റൊക്കെ വന്നിട്ടുണ്ട്. 5:30 ലൈറ്റ് എത്രയേ ഉണ്ട്. അപ്പോൾ നമുക്ക് വേഗം റെഡിയായിട്ട് കാണാം. അത് ഞാൻ ഈ ഒരു ലൂസ് പാൻസും ഈ ഷർട്ടും എടുക്കും. നമ്മൾ എയർപോർട്ടിൽ പോകാം. അധികം മേക്കപ്പ് ഒന്നും ചെയ്യില്ല. നമ്മൾ ജസ്റ്റ് ഒരു മോയ്സ്ചറൈസർ ഇടുക എന്നാണ് എൻ്റെ ഇത്. കാരണം ഷോർട്ട് ഫ്ലൈറ്റ്സ് ഒക്കെയാണ് ഓക്കെ. പക്ഷെ എനിക്ക് 12 hour ഫ്ലൈറ്റ്. അപ്പം ഞാൻ വെറുതെ ഇപ്പം കണ്ണെഴുതിയിട്ടോ ഇതിട്ടിട്ടോ ഫൗണ്ടേഷൻ ഇട്ടിട്ടോ കാര്യമില്ല. അത് മുഴുവൻ ഉറക്കത്തിൽ പോകത്തേ ഉള്ളൂ. എനിക്ക് രാവിലെ 9:30 ഫ്ലൈറ്റ്. 9:30 ഫ്ലൈറ്റ്. ഇവിടെ 5:45 6 o'clock ഇറങ്ങണമല്ലോ. പിന്നെ സ്കിൻ കെയർ ചെയ്യുന്നവർക്ക് സ്കിൻ കെയർ ചെയ്യും. കാരണം എന്നാണെങ്കിലും മോൻ ഡ്രൈ ആവും. എപ്പോഴും ഒരു മോയ്സ്ചറൈസർ എടുക്കുന്നത് നല്ലതാണ്. എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പം അത്രേ ഉള്ളൂ. ഒക്കെ മുടി കെട്ടണം. ഞാൻ ഇന്നലെ എവിടെയാണ് ഉരി വെച്ച് വേറെ ഐഡിയ ഇല്ല. The usual. usual ഹെയർ സ്റ്റൈൽ ആയിരിക്കും. തലയിൽ സെറ്റിംഗ് ഓയിൽ ഉണ്ടായിരുന്നു. എന്നാലും കഴുകിയാൽ കുറച്ച് പറന്ന് കിടക്കുന്നത്. പക്ഷെ ഞാൻ ആ ഓയിൽ പെട്ടി വെച്ച് പോയി. ഇനി എനിക്കാൻ എന്നെ കൊണ്ട് വയ്യ. എനിക്ക് കുറച്ച് കിട്ടി. ഇത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം മതി. പൊട്ടി പോകാൻ ഇത്രയും മണിയൊക്കെ മതി. നമ്മുടെ ബാഗൊക്കെ ചെക്ക് ചെയ്യാം. പാസ്പോർട്ടുണ്ട്, കറൻസിയുടെ പേഴ്സുണ്ട്, എൻ്റെ അല്ലാത്ത പേഴ്സുണ്ട്, ക്രീമുണ്ട്. ഇപ്പോൾ എയർപോർട്ടിൽ ചാർജ് ചെയ്തെടുക്കും. അതുണ്ട്. വേറെ വേണ്ടാത്തൊന്നുമില്ലല്ലോ. സാനിറ്റൈസർ ഇവിടെ വെച്ചിട്ടുണ്ട്. ആവശ്യമോ പെന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ച്യൂയിംഗം, പിന്നെ ഒരു ടിഷ്യൂൻ്റെ ചെറിയ പാക്കറ്റ്. അങ്ങനെ തന്നെ നല്ല വെയിറ്റ് ഉണ്ട്. അല്ലാതെ പിന്നെ പറയുന്നത് ഇതെടുത്ത് നമുക്ക് വെച്ച് പിടിക്കാത്ത ഒത്തിരി വെയിറ്റ് ആവും. സോ ലെറ്റ്സ് ഇതിൻ്റെ കാര്യം സെറ്റായി. എയർപോർട്ടോട് എടുത്ത് വെക്കണം. അപ്പോൾ ഇതിനെ ചുരുട്ടി കയറ്റി അതിൻ്റെ അകത്താക്കാൻ പറ്റുമോ നോക്കട്ടെ. സ്ഥലമില്ല. എനിക്ക് ഇനി വെയിറ്റ് കൊണ്ടുപോകാൻ പറ്റും. എൻ്റെ പെട്ടി ചെറുതായിപ്പോയി. അങ്ങനെ നമ്മൾ വണ്ടിയിൽ കയറി. ചേച്ചിയാണ് എന്നെ കൊണ്ടുവിടുന്നത്. ചേച്ചി വരുന്നില്ലെന്ന് വെച്ചാൽ ചേച്ചി നാളെ വരുന്നുണ്ട്. എന്തിനാ 2 ഫ്ലൈറ്റ് പോകുന്നതെന്നുള്ള കഥ നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് വരും. നമുക്ക് എയർപോർട്ടിൽ ചെന്നിട്ട് ഇഷ്ടംപോലെ സമയമുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത്ര പതിയെ പോകുന്നത്. 6:40 എത്തും. 9:20 ഫ്ലൈറ്റ്. കുഴപ്പമില്ല. ഇനി നമ്മളെത്തി. ഹെവി ട്രാഫിക്. ഇല്ല, ഇവിടെ നിന്നാൽ മതി. വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ഞാൻ പറഞ്ഞത് ചേച്ചി ഇല്ല, ചേച്ചി നാളെ വരുന്നെന്ന്. ഒന്നിച്ച് പോകാമല്ലോ. കാരണം എന്താണ്, ഞാൻ സ്റ്റാഫ് ടിക്കറ്റിലാണ് ട്രാവൽ ചെയ്യുന്നത്. ചേച്ചിക്ക് ഏജ് കഴിഞ്ഞുകൊണ്ട് പറ്റത്തില്ല. അപ്പം ഞാൻ പപ്പ എയർലൈൻസിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം ഞങ്ങൾക്ക് സ്റ്റാഫ് ടിക്കറ്റ് കിട്ടും. പക്ഷേ ഡിസംബർ ആയതുകൊണ്ട് ഭയങ്കര ടൈറ്റാണ്. ഇന്ന് ഞാൻ 2 ഇടത്ത് പോയി റിപ്പോർട്ട് ചെയ്തു. സെയിം ടൈമിൽ 2 ഫ്ലൈറ്റ് ഉണ്ട് ഡൽഹിയിലോട്ട്. ഒന്ന് എയർ ഇന്ത്യ, ഒന്ന് ക്വാണ്ടസും. ക്വാണ്ടസ് ഇതാ ഓസ്ട്രേലിയൻ ഫ്ലൈറ്റാണ്. എയർ ഇന്ത്യനെ അറിയാമല്ലോ. അപ്പം ഞാൻ റിപ്പോർട്ട് ചെയ്തു. എയർ ഇന്ത്യ പറഞ്ഞു ടൈറ്റാ കിട്ടാൻ ചാൻസ് കുറവാണ്. എന്നാലും 8:15 തിരിച്ചു വരാൻ. 7:27 ആയി. ക്വാണ്ടസും അങ്ങനെയാണ് പറഞ്ഞത്.
8:20 ആകുമ്പോൾ തിരിച്ചിറങ്ങി. ഞാൻ മിക്കവാറും ആദ്യം ക്വാണ്ടസ് പോയി നോക്കിയിട്ട് കിട്ടിയില്ല എയർ ഇന്ത്യ പോവും, പോയി നോക്കും, ഒന്നും കിട്ടിയില്ല നമ്മൾ വീട്ടിൽ പോകത്രേ ഉള്ളൂ. അപ്പം ഇത് കണ്ടിട്ടാരും ബോർഡിങ് കാർഡാണെന്ന് വിചാരിക്കേണ്ട, ഇത് ഒരു ബാഗിൻ്റെ കാർഡ് തന്ന ബാഗേജിൻ്റെ. ബാഗിന് എനിക്ക് ക്വാണ്ടസ് ടാഗൊക്കെ ഇട്ട് തന്നു. പക്ഷെ അറിയത്തില്ല, 10 സ്റ്റാഫ് ഉണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്, ഒരു സീറ്റേ ഉള്ളൂ, നോക്കാം. അങ്ങനെ ഗൈസ് എനിക്ക് ഫ്ലൈറ്റ് കിട്ടിയില്ല. ഇന്ന് എയർ ഇന്ത്യക്കാർ ക്വാണ്ടസ് വരും വേണ്ടെന്ന് പറഞ്ഞു. ചേച്ചി എന്തൊക്കെയോ പറയുന്നുണ്ട് വാട്ടർ. അപ്പം ഞാനിപ്പം വേറെ കുറേ ഫ്ലൈറ്റ് ബുക്ക് ചെയ്യാൻ നോക്കി, എല്ലാം ബുക്ക് ചെയ്തു. പക്ഷേ ഞാൻ സിംഗപ്പൂരിന് പോകാൻ നോക്കി. സിംഗപ്പൂർ പിന്നെ ഡൽഹിയോ കൊച്ചിയോ എങ്ങനെയും. അപ്പോൾ സിംഗപ്പൂരിലും വേണം ഇ വിസ കിട്ടാൻ 3 to 5 days എടുക്കും. എനിക്കിന്നല്ലേ വരേണ്ടത്, നാളെയാണ് എല്ലാ ഫ്ലൈറ്റും ഫുള്ള്. ഞാൻ വേറെ പ്ലാൻ ചെയ്തു, മോളിൽ നിന്ന് ലൈറ്റ് അടിക്കുന്നു. ഞാൻ വേറെ പ്ലാൻ ചെയ്തു. ഇവിടുന്ന് ജെറ്റ് സ്റ്റാറിൽ ഞാൻ ബാങ്കോക്ക് പോകുന്നു. ബാങ്കോക്കിൽ നമുക്ക് വിസ വേണ്ടെന്നാണ്. ഞാൻ ഒന്നുകൂടി ചെക്ക് ചെയ്യട്ടെ. ഇല്ല, ഞാൻ അവിടെ ഓൺ അറൈവൽ വിസയാണ്. ഞാൻ 2 പ്രാവശ്യം പോയിട്ടുണ്ട്. ഒരു പ്രാവശ്യം വിസ വേണ്ടായിരുന്നു, മറ്റേത് ഓൺ അറൈവൽ വിസയാണ്. അപ്പം അങ്ങനെ കിട്ടിയാൽ ഞാൻ ഇവിടെ പോകും, ബാങ്കോക്കിന് പോയിട്ട് സീറ്റ് കിട്ടിയാൽ. എന്നിട്ട് ബാങ്കോക്ക്, ഡൽഹി, കൊച്ചി, എന്നാണേലും കൊച്ചിയിലെത്തുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞാൻ വിശന്ന് കണ്ണ് തള്ളി കോഴി മാക്രസ് വാങ്ങിയിട്ട് കഴിച്ചു. ബേക്കൺ എഗ് മഫിൻ ആയിരുന്നു. അതിൻ്റെ അകത്ത് ബേക്കൺ ഞാനങ്ങ് റിമൂവ് ചെയ്തു. അവരെനിക്ക് എഗ് മഫിൻ തന്നങ്ങനെ. പിന്നെ ഒരു വെള്ളം വാങ്ങിച്ചു, $100 വെള്ളമാണ്. ഞാൻ കുടിച്ച് നിർത്തി അടുത്ത് വരുമ്പോൾ അവരുടെ അടുത്ത് കളയും. എന്ത് ക്രൂരരാന്നറിയോ, അവർക്കറിയില്ലല്ലോ നമ്മൾ $4 പാട്ട് വേണം. എനിക്ക് 2:20 കണ്ടാൽ ഫ്ലൈറ്റ്. ഞാൻ വെയിറ്റ് ചെയ്യുക, കാണാം. അങ്ങനെ ഞാൻ ജസ്റ്റാറിന് റിപ്പോർട്ട് ചെയ്തപ്പോൾ അവർ പറഞ്ഞ 1 മണിക്ക് വരാൻ, പിന്നെ നമ്പർ 4 ആക്കി ഇട്ടേക്കാം. ഞാൻ കൗണ്ടർ തുറന്ന് അപ്പം തന്നെ ചെന്നു. എനിക്കറിയത്തില്ല ഈ ആൾക്കാരെ എവിടുന്ന് വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ സമയം 12:20 ആയിട്ടുണ്ട്. കുറച്ചുകൂടെ നേരം നോക്കാം. അങ്ങനെ എനിക്ക് പിന്നെ ഫ്ലൈറ്റ് കിട്ടിയില്ല ഗൈസ്. എന്താ ചെയ്യാനോ, അവർ എന്നെ റിജക്റ്റ് ചെയ്തു. അവർക്ക് ഫ്ലൈറ്റ് പ്രിഫറൻസ് ഉണ്ട് സ്റ്റാഫിനാണേലും. ഞാൻ വിചാരിച്ചു പോയി റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ചാണ്, പക്ഷേ അല്ല. ഇനി ഒരു ഫ്ലൈറ്റ് കൂടെ ഉണ്ട് ലാസ്റ്റായിട്ട് ഇന്നത്തെ ദിവസം. ഇല്ലേ, നമുക്ക് നാളെ കാണാം. ഇതൊരു സീരീസ് ആക്കിയാലോ നമുക്ക്. ഓരോ ദിവസവും ഫ്ലൈറ്റിന് വേണ്ടി ഹണ്ട് ചെയ്യുന്നു ക്രിസ്മസ് വരെ. അത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ബാക്കി ലീവ് ഇവിടെ തന്നെ അങ്ങ് ഇരുന്ന് സുഖിക്കാം.